നമുക്ക് ബാലിന്റെയും ഗോപതയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ആനന്ദ് പറഞ്ഞു, ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നറിയോ? 10ാം ക്ലാസ് മാത്രമാണ്. 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഇവള് MA ലിറ്ററേച്ചർ ആണെന്ന് കള്ളത്തരം പറഞ്ഞാണ്. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, അതെങ്ങനെ ശരിയാവും ആനന്ദേട്ടാ? ആനന്ദേട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീദേവിച്ച് സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്, IT കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് മാത്രം ഉള്ളെങ്കിൽ അതെങ്ങനെ ശരിയാവും? 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതൊരു കുറവ് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ എങ്കിൽ ചേച്ചി ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, ഞാൻ കരുതിയത് ഈ ചോദ്യം മീനാക്ഷി എന്നോട് ചോദിക്കുന്ന. കാരണം മീനാക്ഷിയും എല്ലാവരും ഭയങ്കര കൂട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ നിങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾ ഇവളുടെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നില്ലേ? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അല്ല എന്തേട്ടാ, എനിക്കും മനസ്സിലാവുന്നില്ല, അതെങ്ങനെ ശരിയാവും? 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിൽ മീനാക്ഷി ചേച്ചി ഇവിടുന്ന് സ്കൂളിലേക്കൊന്നും അല്ല, ശ്രീദേവി ചേച്ചി ഇവിടുന്ന് സ്കൂളിലേക്കൊന്നും പോകത്തില്ലല്ലോ. അതാണ് ഇവളുടെ തന്ത്രം. അവിടെയാണ് ഇവള് തന്ത്രം പ്രയോഗിച്ചേ. അച്ഛൻ ഓർക്കുന്നുണ്ടോ? അച്ഛൻ ഇവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തേ. ഇവളെന്നും സ്കൂളിലേക്ക് പോകുമായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇവള് സ്കൂളിലേക്ക് പോക്ക് വേണ്ടാന്ന് വെച്ചു. ഇവളെന്താ പറഞ്ഞത്? ഇവൾക്കൊരു IT കമ്പനി ജോലി കിട്ടിയെന്ന്. അതിന് കാരണം എന്താണെന്നറിയാവോ? സ്കൂൾ മാനേജർ ഇവളോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇവൾ എന്ത് ചെയ്തു? നേരെ IT കമ്പനി ജോലി കിട്ടിയെന്ന് കള്ളത്തരം പറഞ്ഞു. അത് കേട്ടതും മിത്ര പറഞ്ഞു, അല്ലാതെന്തേട്ടാ, IT കമ്പനി ജോലി കയറിയാലും അവിടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? ഞാനും വിശ്വസിച്ചു ഇവൾക്ക് IT കമ്പനി ജോലി കിട്ടി കാണുമായിരിക്കുന്നു. കാരണം ഞാനും ഒരു മണ്ടനായി പോയല്ലോ. എന്നും രാവിലെ ഞാൻ IT കമ്പനിയുടെ മുന്നിൽ ഇവളെ കൊണ്ടേ ഇറക്കും. പാവ അമ്മ ഇവൾക്ക് രാവിലെ ചോറെല്ലാം പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിടും. വൈകുന്നേരം ഇവള് വരുന്നതും കാത്ത് വഴിക്കണ്ണുമായിട്ട് ഇരിക്കുകയും ചെയ്യും. അല്ല, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന മീനാക്ഷി തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലേ IT കമ്പനിയിലെ ജോലി കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു. ശരിയാ, മീനാക്ഷിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അതൊക്കെ വരുവാണ്. അല്ല, എത്ര രൂപ സാലറി ഉണ്ടായിരിക്കും ശ്രീദേവിയേച്ചി? സാലറി നല്ലൊരു തുകയുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ അല്ല, ചേച്ചിക്ക് എങ്ങനെയാ പോകാൻ പറ്റുന്നേ? ക്യാബുണ്ടോ അതോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അതൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് മാത്രല്ല, എന്ത് ജോലിയാന്ന് ചോദിച്ചപ്പോ അവിടെ എനിക്ക് എപ്പോഴും ജോലിയോട് ജോലിയാ, നിന്ന് ഇരിയാ സമയമില്ലാന്ന് പറഞ്ഞൊക്കെ. അപ്പോൾ ബാലൻ പറയുകയും ചെയ്തു, മോളെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിൽ മോൾ ഇതിന് പോകണ്ട, എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ഈ ജോലിക്ക് പോകുന്നേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്തതാ. ബാലനും ആലോചിച്ചു, ശരിയാണ്, താൻ അങ്ങനെ പറഞ്ഞതാ. അതെ, ഞാനും ഇവളെ വിശ്വസിച്ചു. IT കമ്പനിയിലാണല്ലോ ജോലി. കാരണം രാവിലെ കൊണ്ട് ഇറക്കി വിടുന്നു, വൈകുന്നേരം അവിടുന്ന് പിക്ക് ചെയ്യുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവളും എന്നെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചുകൊണ്ടിരുന്നു. സത്യമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ശ്രീദേവി വല്ലാത്തൊരവസ്ഥയോടെ നോക്കുകയാണ്. ആ സമയം ആനന്ദ് പറഞ്ഞു, ഞാൻ ഇവളെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുന്നോടം വരെ എന്റെ മനസ്സിൽ ഇവള് IT കമ്പനിയിലെ ജോലി ചെയ്യുന്നത് തന്നെയായിരുന്നു. അതുവരെ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആനന്ദ് പറഞ്ഞു, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നല്ല ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. പക്ഷെ അവിടെ ചെല്ലുന്നോടം വരെ എനിക്ക് ആരെക്കുറിച്ച് ഒരു സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെക്കുറിച്ച് തന്നെ വർണ്ണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യയുടെ മഹത്വത്തെക്കുറിച്ച്, അവളുടെ IT കമ്പനിയിലെ ജോലിയെക്കുറിച്ചൊക്കെ ആയിരുന്നു അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി വന്ന്. അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച ഒരാളായിരുന്നല്ലത്. അത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇവളായിരുന്നു പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം പരസ്പരം അന്തം വിട്ട് നോക്കുക. ഇവളായിരുന്നു എൻ്റെ മുന്നിലേക്ക് വന്നത്. ഇവള് ഹോട്ടലിൽ ജോലി ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞു. ഞാൻ ആകെപ്പാടെ തകർന്നുപോയി. ഒരു പക്ഷെ അന്ന് അവളെ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ വെറും മരം മണ്ടനായിട്ട് തന്നെ ഇരുന്നേരം. അന്ന് ഞാൻ അറിഞ്ഞ സത്യങ്ങളൊക്കെ ഇവളെ എന്നെ മാത്രമല്ല നിങ്ങളെയും പറ്റിച്ചുകൊണ്ടിരുന്നു. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഇവള് കണ്ട പാർക്കിലും ബീച്ചിലും അവിടെയൊക്കെ വൈകുന്നേരം വരെ പോയിരിക്കും. എന്നാൽ സ്കൂളിലേക്ക് പോയെന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചു വന്നുകൊണ്ടിരുന്നേ. എല്ലാ കാലത്തും അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ IT കമ്പനി ജോലിക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെയായിരുന്നു. IT കമ്പനിയുടെ മുന്നിൽ കൊണ്ട് ഇറക്കി വിട്ടുമ്പോൾ ഇവള് നേരെ ബീച്ചിലേക്കും പാർക്കിലേക്കും പോയിരിക്കും. അതിനുശേഷം വൈകുന്നേരം അവിടെ വന്ന് നിൽക്കും. ഞാൻ വന്ന് കഴിയുമ്പോഴത്തേനും ഇവൾ എന്നോടൊപ്പം പോരുകയും ചെയ്യും. പക്ഷെ പിടിക്കപ്പെടുമെന്ന് അങ്ങനെ പേടിച്ചിട്ട് ഇവൾ ഒടുവിൽ എന്ത് ചെയ്തു? ഹോട്ടലിൽ ജോലിക്ക് കയറിയത്. അങ്ങനെയാണ് ഞാൻ ഇവളെ അവിടെ വെച്ച് കണ്ടുമുട്ടിയത്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അല്ല അതിന് ഏട്ടത്തിക്ക് അതിന്റെ ആവശ്യം എന്താ? ഹോട്ടലിൽ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഏടത്തിയുടെ അച്ഛന് ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ? മിത്ര പറഞ്ഞു, അത് ശരിയാ. ഏടത്തി ഒരു വാക്ക് പറയുവാണെങ്കിൽ ഏടത്തിയുടെ അച്ഛനൊരു സ്ഥാപനം തന്നെ തുടങ്ങി കൊടുക്കൂലേ? പിന്നെ ഏട്ടത്തി ഇത്തന്നെ വിഷമിച്ച് അവിടേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
അതാണ് അടുത്ത കള്ളം. ഇവളുടെ അച്ഛൻ വലിയ കോടീശൻ എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ വെറും കള്ളത്തരാണ്. ഇവളുടെ അച്ഛനൊരു പേരും കള്ളനാണ്. അത് പിന്നീടാണ് ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത്. ഇവളുടെ അച്ഛൻ മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കുന്നവനാ. ഇവളുടെ അച്ഛനെ ഞാൻ വിഗില്ലാതെ ആദ്യമായിട്ട് കണ്ടു. ഇവളുടെ അച്ഛന്റെ മാത്രമല്ല അമ്മയുടെ തനി സ്വരൂപം ഞാൻ മനസ്സിലാക്കി. കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടെന്നറിഞ്ഞപ്പോ അവരുടെ കാല് വീണ് അപേക്ഷിച്ചു. അറിയാവോ ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അന്നത്തെ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന എല്ലാ സത്യങ്ങളും തുറന്നു പറയാനും ഞാൻ വിചാരിച്ച, പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും പറയാൻ പറ്റിയില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തോണ്ട് ഇവള് ചെയ്ത ചതി എനിക്ക് പൊറുക്കാൻ പറ്റുന്നല്ലോ. ഞാൻ എത്രമാത്രം വേദനിച്ച ഓരോ ദിവസം നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരുന്നറിയാവോ? ഇത് കേട്ട് ഇനിയിപ്പത്തിനും ബാലനും ഗോമതിയും എല്ലാരും പരസ്പരം നോക്കുകയാണ്. അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നിങ്ങളുടെ ഈ ഏട്ടത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായിരുന്നു അഭിപ്രായം? നല്ല അഭിപ്രായമായിരുന്നല്ലോ. ഷോ എല്ലാവരുടെയും എന്തൊരു സ്നേഹമായിരുന്നു. എല്ലാരും ഏട്ടത്തിന് അത്ര സ്നേഹത്തോടെയല്ല കണ്ടിരുന്നേ. അതുപോലെ തന്നെ നിങ്ങളെ അതുപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ അതൊക്കെ ഇവളുടെ ഓരോ അടവും അഭ്യാസമൊക്കെ തന്നെയായിരുന്നു. ഇവളാണ് ഈ കുടുംബം തന്നെ നശിപ്പിച്ച് അറിയാവോ? അത് മാത്രമല്ല ഇവളുടെ അച്ഛന് ഒന്നുമില്ല, ഒരു പെരുങ്കള്ളനാന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിക്കാന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് പണം മോഷ്ടിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ഉദയഭാനു. അത് കണ്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ശ്രീദേവി വരെ ഞെട്ടിപ്പോയി. ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ചതി വീഴുന്ന്. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞ്, കണ്ടില്ലേ ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം വന്നല്ലോ. ഞാൻ പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം ഇല്ലെങ്കിൽ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തന്നിരിക്കുന്നേ. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത്രയും വലിയ വഞ്ചികേര ഒരുത്തിയോടൊപ്പം ഞാൻ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നേ. എന്റെ മാനസികാവസ്ഥ എനിക്ക് മാത്രം അറിയുള്ളൂ. അപ്പോഴേക്കും ഗോമതി ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു. എടി ഞാൻ നിന്നെ സ്നേഹിച്ച നിന്റെ പണവും പ്രതാപവും ഒന്നും കണ്ടിട്ടില്ല. നിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചേ. പക്ഷെ നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മേ. ഇവളിതല്ല ഇതിലപ്പുറം വലിയ ചതി ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ. ശരിക്കും പറഞ്ഞാല് ഇവളെ കുറിച്ച് ഇവളുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വെറും 50% മാത്രം എനിക്കറിയുള്ളൂ. ബാക്കി 50% ഇപ്പോഴും അജ്ഞാതമാണ്. ഇവളുടെ ശരിക്കുള്ള ഒരു ദേവി എന്നാണെന്ന് പോലും അറിയത്തില്ല. അതതിനിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോന്നും അറിയത്തില്ല. ഇവളെങ്ങനെ വേറെ എന്തൊക്കെ സ്വഭാവങ്ങൾ ഇവൾ കൊണ്ടെന്ന് പോലും അറിയില്ല. ഇപ്പൊ ഞാൻ എത്രമാത്രം ടെൻഷനോടെ കൂടിയിട്ടാ മുന്നോട്ട് പോകണമെന്നറിയാവോ? ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ അമ്മയുടെ മുഖം, നിങ്ങളുടെ വിഷമം കാര്യങ്ങളൊക്കെ കാണണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വന്ന് പറയാതിരുന്നേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നല്ലോ അച്ഛാ. അത് കേട്ടപ്പോൾ ഗോമതിക്ക് സങ്കടമായി. മോനെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രീദേവി ഒന്നും മിണ്ടാതിരിക്കുക. ഇനിയിപ്പം നീ വാ തുറക്കില്ലെന്നറിയാം. കാരണം നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. ഇനിയിപ്പൊ നിനക്ക് ഒന്നും മിണ്ടാനുള്ള യോഗ്യത പോലും ഇല്ല. എടി എന്റെ കുടുംബത്തോട് ചെയ്ത ചതി, എന്റെ കുടുംബം നിന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. പക്ഷെ നീ ചെയ്ത ചതിയുണ്ടല്ലോ, അതൊരിക്കലും ഈ വീട്ടിലുള്ളവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റുന്നല്ലടി. ഇത്രയും കള്ളത്തരം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറിയ നിന്നെ ഇനി ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോഴും ശ്രീദേവി ഇന്ന് കരയുവാണ്. ബാലിന് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ബാലൻ മോനെന്നും പറഞ്ഞ് ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ആനന്ദ് ബാലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു ഭാരവും മനസ്സിലിട്ട ഇത്രയും നാൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. ഈ ഭാരം എങ്ങനെയെങ്കിലും ഇറക്കി വെക്കണമെന്ന് ഞാൻ കുറേ ആയിരുന്നു ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കടയിലെ കഥ തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. കടയിലെ മോഷണം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇവള് കണ്ടില്ലേ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ് ഈ കുടുംബത്തിലുള്ള എല്ലാവരും നാണം കെടുത്തില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ആനന്ദ് പൊട്ടിക്കരയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ബാക്കി എല്ലാവരും കൂടെ നോക്കി നിൽക്കുക. ശ്രീദേവി തകർന്ന് മട്ടി ശ്രീദേവി നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.